ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഈ കളരിക്കൽ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് സഭയ്ക്ക് ഇടാൻ വേണ്ടി തന്നെ വന്നിരിക്കുകയാണ് കേട്ടോ. പാലത്തിലാണ് സഭയ്ക്ക് ഇടുന്നത്. പക്ഷേ ഞാൻ ഇൻട്രോ എടുക്കുന്നത് താഴെ എന്ന കാര്യം. പാലത്തിൽ നിന്ന് ഇൻട്രോ എടുക്കുമ്പോഴേക്കേ വാഹനങ്ങളുടെ ഈ ശബ്ദം കാരണേ ഭയങ്കര ഒരു ഇതായിട്ട് ബഹളമായിട്ടൊക്കെ തോന്നി. ഭയങ്കര സ്പീഡിൽ വണ്ടി പോകുമ്പോഴേ ഭയങ്കര ഒച്ചയാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഇതിൽ നമുക്ക് ഇൻട്രോ എടുക്കുമ്പോൾ അതും ശരിയാകാറില്ല. അപ്പോൾ അത് കാരണം ഞാൻ താഴെ നിന്ന് ഇൻട്രോ എടുത്തിട്ട് മേലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ഓക്കെ, സഭയ്ക്ക് ഫിഷിങ് തന്നെയാണ് ഇന്നും ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഡേ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ചൂണ്ടയിട്ട് തുടങ്ങി. ഇന്ന് ഒരു ചൂണ്ട മാത്രമാണ് ഇടുന്നത് കേട്ടോ. ഇത് ഇവിടെ ഭായിമാർ ഒരു മീനെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന കേട്ടോ. ഇവിടെ മുത്തിരീന ഹെലികോപ്റ്റർ ഫിഷ്. അടിപൊളി ലുക്കാണ് ഇവൻ ഉണ്ട്. ഓക്കെ, എൻ്റെ ചൂണ്ടയിൽ ഇത് ഫസ്റ്റ് മീൻ അടിച്ചു കേട്ടോ. ഒരു വറ്റയാണ്. നമുക്ക് പയ്യെ അങ്ങനെ കയറ്റിയെടുക്കാം. അവിടെ മീൻ അടിക്കുന്നുണ്ട് കേട്ടോ. ഓരോരുത്തർക്ക് അപ്പുറം ഇപ്പുറമായിട്ടൊക്കെ മീൻ അടിക്കുന്നുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ്. ഞാനിപ്പോൾ വന്നേ ഉള്ളൂ. അതിന് മുമ്പ് ഇവിടെ വന്ന ആളുകളൊക്കെ മീനെ പിടിച്ചിട്ടിരിക്കുകയാണ്. ആദ്യം ഒറ്റയാണ് കയറുന്നത് കണ്ടോ. കുഴപ്പമില്ല. ഒരു ഇതൊക്കെ ഇപ്പോൾ വലുതായി തുടങ്ങിയിട്ടുണ്ട് ഒറ്റ. സഭയ്ക്ക് ഞാൻ കഴിഞ്ഞ വർഷം സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇതങ്ങാടി ഇറക്കിയിട്ട് കഴിഞ്ഞാലേ അവിടെ കിടന്ന് മീൻ അടിക്കട്ടെ. നമ്മൾ കവറിനകത്തേക്ക് വന്ന് മീൻ വരുന്ന നേരത്ത് മീൻ ചിലപ്പോൾ അടി കിട്ടും. അങ്ങനെ രണ്ടാമത്തെ വറ്റയും കയറി കേട്ടോ. സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകുമെന്ന് അറിയില്ലേ. നമുക്കിനി പിടിക്കാൻ. വീണ്ടും മീൻ അടിച്ചേട്ടാ. മൂന്നാമത്തെ ഒരേ വലിപ്പമാണ് എല്ലാവരും. ഇവിടുത്തെ ഭായിമാർക്കെല്ലാം അടിപൊളിയായിട്ട് മീൻ കിട്ടുന്നുണ്ട് കേട്ടോ. 2, 3 വെച്ചിട്ട് കയറുന്നുണ്ട് അവർക്ക്.
രണ്ടെണ്ണം ഉണ്ട് കണ്ടോ. അവർക്കെല്ലാം 2, 3 ഒക്കെ വെച്ചിട്ടാണ് കയറുന്നത്. ഇതൊക്കെ ഞാൻ സഭയ്ക്ക് മാറ്റി കേട്ടോ. പഴയത് മാറ്റിയിട്ട് ഞാൻ ഇവിടെ പിങ്ക് പാന്തറിനെ ഇറക്കിയിട്ടുണ്ട്. അതിലാണ് മീൻ അടിച്ചത്. വീണ്ടും ഡബിൾ വങ്ങാണ്ട. 2 പറ്റുമുണ്ട്, പായലുമുണ്ട്. എൻ്റെ ചൂണ്ടയിലും മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്തിരി കനമുണ്ടല്ലോ. 2 ഉണ്ടാവോ? യെസ്, 2 ഉണ്ട് കണ്ട. ഞാൻ പറഞ്ഞില്ലേ കനമുണ്ടെന്ന് പറഞ്ഞില്ലേ. പാലിലൂടെ കിട്ടി അതിലെ കച്ചറയൊക്കെ പിടിക്കാം. പാലിൻ്റെ വേരും അതൊക്കെ ഈ കുളത്തിൽ പിടിച്ചിരുന്നാലേ മീൻ അടിക്കില്ല. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം പിന്നെ ഇടാനായിട്ട്. നമ്മുടെ ബായിക്ക് 3 എണ്ണമാണ് ഒരുമിച്ച് കയറിയത് കണ്ട. യെസ്, നമ്മളുടെ കയ്യിലും അടിച്ചേട്ടാ. 2 ഉണ്ട്, 3. ഓ, പാലിൽ കയറിയില്ല കൂട്ടാറ്. പാല് കണ്ടേ പണിയാൻ. പാലിലൊടുക്കി കഴിഞ്ഞാൽ മറ്റേ വിട്ടുപോകും. അതാണ് പ്രശ്നം.
അപ്പുറത്ത് 3 എണ്ണമാണ് കേട്ടോ കാണുന്നത്. കേട്ടോ എൻ്റെ കയ്യിലുണ്ട് മീൻ. ഒരെണ്ണം ഇന്ന് പിടിച്ച മീനാണ്. എടുക്കട്ടെ. 1 2 2 3 4 5. അത് എറിഞ്ഞിടാ. ടെൻഷൻ അടിപ്പിക്കട്ടെ അല്ലേ? സസ്പെൻസ് ഒക്കെ എന്താ ഇത്രയും പറ്റ കിട്ടി. 3-4 പറ്റ നമ്മുടെ ഇന്ന് പോയി കേട്ടോ. കാര്യം മേല് വന്ന സമയത്തൊക്കെ താഴെയൊക്കെ ഊരിയൊക്കെ പോയി. വേണ്ട. ഓക്കെ, ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ പറ്റ. 2 4 6 2 4 6 8 10 11 പറ്റ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫിഷിംഗ് ഒക്കെ മതിയാക്കി. കാര്യം നമുക്ക് നല്ല അടിപൊളിയായിട്ട് മീൻ കിട്ടി. എനിക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ബായും അവർക്കും ഒക്കെ ലാവിഷായിട്ട് മീൻ കിട്ടി. നല്ല അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി. മീനടിക്കണേ ഇങ്ങനെ അടിക്കണം. പറ അടിയായിരുന്നു മീനടി. കാര്യം ആദ്യം ഭയങ്കര ശോകമായിരുന്നു കേട്ടോ. കാര്യം ഞങ്ങൾ അവിടെ പോയിരുന്നിട്ട് ആദ്യം ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് 1-2 ബായിമാർ പോയി. ഞാനും പോകാമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അപ്പോൾ ബാക്കിലൊരു പായൽ ഇങ്ങനെ ഒരു ഇത്തിരി കട്ടിയായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതങ്ങോട്ട് കഴിഞ്ഞിട്ട് നോക്കുന്ന ഇട്ട് നോക്കാം, എന്നിട്ട് പോകാമെന്ന് പറയുന്നത് വെച്ചാൽ ആ പായലങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴില്ല അടി എന്ന് പറഞ്ഞാൽ അടി. ഇതാണ് അടി, പറ അടി. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ദിവസം മാറി മറിഞ്ഞു വേഗം. ഈ സുരേഷ് ഗോപി പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒരു നിമിഷം മതി നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനെന്ന് പറഞ്ഞ മാതിരി ആയിപ്പോയി. അടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞാടി. നമ്മുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.